എടി, വീടിന് മുകളിൽ താമസിപ്പിക്കാൻ ഈ പയ്യനെയല്ലാതെ നിന്റെ ഭർത്താവിനെ വേറെ ആരെയും കിട്ടിയില്ലേ എന്ന് അമ്മായിമ്മ ചോദിച്ചപ്പോൾ അവൾ ചോദിച്ചു, അമ്മയ്ക്ക് ചോദിക്കാൻ മേലായിരുന്നോ? എന്തായാലും നീ സൂക്ഷിക്കണം. തനിയുള്ള പകൽ സമയത്ത് ചെറുപ്പക്കാരാണ്, ഇപ്പോഴത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് അമ്മായിമ്മ പോയത്. ശരിക്കും മുകളിൽ വന്ന ചെറുപ്പക്കാരൻ എന്തൊരു പ്രശ്നം ഉണ്ടാക്കുമോ? എന്തായാലും നമുക്ക് സൗമ്യയുടെ മേലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് സൗമ്യ, എനിക്ക് 32 വയസ്സുണ്ട്. എൻ്റെ ഭർത്താവിന് സ്വകാര്യ മേഖലയിൽ ഒരു ജോലിയുണ്ട്, ബിസിയാണ്. രാവിലെ 9 മണിക്ക് പോയി കഴിഞ്ഞാൽ വൈകിട്ട് 10 മണിയാകുമ്പോഴാണ് വരിക. അവരുടെ വീട് ഗ്രാമപ്രദേശത്താണ്. പക്ഷേ എൻ്റെ വീട് പണ്ട് തൊട്ടേ സിറ്റിയിലാണ്. ഞാൻ സിറ്റിയിലാണ് ജനിച്ചതും വളർന്നതുമൊക്കെ. ഇപ്പോൾ ഞങ്ങൾ വീട് വെച്ചിരിക്കുന്നത് അച്ഛൻ എനിക്ക് ടൗണിൽ പണ്ട് വാങ്ങിച്ച 7 സെൻറ്റ് സ്ഥലത്താണ്. അവിടെ 2 നിലയുള്ളൊരു വീട് ഞാനും ഭർത്താവും കൂടെ ചേർന്നാണ് വെച്ചത്. അവിടെ സമാധാനപരമായി ജീവിക്കുകയാണ്. എൻ്റെ സ്വന്തം വീട് ഏകദേശം 1 കിലോമീറ്റർ അകലെയാണ്. പിന്നെ അമ്മായിമ്മയൊക്കെ 10 കിലോമീറ്റർ അകലെ. അവർ ഇടയ്ക്കിടയ്ക്ക് വരും. അച്ഛനും അമ്മയും എൻ്റെ സഹോദരൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. അവിടെ സഹോദരനും ഭാര്യയും കുട്ടിയുമുണ്ട്. എൻ്റെ മകന് അവിടെ നിൽക്കാനാണ് കൂടുതൽ ഇഷ്ടം. രാവിലെ സഹോദരൻ വന്ന് കൊണ്ടുപോകും. ചിലപ്പോൾ സ്കൂളിൽ നിന്ന് അങ്ങോട്ട് വിളിച്ചോണ്ട് പോകും. അതുകൊണ്ട് പകൽ സമയത്ത് ഞാനെപ്പോഴും തനിച്ചാണ്. ഒരു വട്ടം എൻ്റെ അച്ഛൻ പറഞ്ഞതാണ്, വീടിൻ്റെ മുകളിലെ നിലയിൽ ഒരു ബെഡ്റൂമുണ്ട്, അത് ആർക്കെങ്കിലും താമസിക്കാൻ കൊടുക്കാമെന്ന്. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് സമ്മതിച്ചില്ല. പിന്നെ അമ്മായിമ്മയ്ക്ക് ഇഷ്ടമല്ല, എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് അതിങ്ങനെ നീണ്ടു പോയി. ഈ അടുത്ത കാലത്തായി ഭർത്താവ് തന്നെ ചില കാര്യങ്ങളിൽ ലോണൊക്കെ വരുത്തി വെച്ചു. അത് റീപേ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ഒരു വരുമാനം അത് വേണമെന്ന് തോന്നി. ആ സമയത്ത് ഞാൻ പറഞ്ഞു, മുകളിൽ ആർക്കെങ്കിലും ഒരു അക്കോമഡേഷൻ കൊടുക്കൂ. ആ നോക്കാം, അത്ര വിശ്വസ്തരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ശ്രമിക്കാം എന്ന് പറഞ്ഞു. എനിക്കതിൽ ഒരു ഹോപ്പുമില്ല, ഭർത്താവിനത് ഇഷ്ടമല്ല. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് വന്ന് പറഞ്ഞു, എൻ്റെ ഒരു സീനിയർ സുഹൃത്തുണ്ട്, അദ്ദേഹത്തിൻ്റെ മകന് ഇവിടെ വന്നൊന്ന് പഠിക്കണമെന്ന് പറഞ്ഞു. എന്തോ എൻട്രൻസ് കോച്ചിങ്ങോ മറ്റോ ആണോ. 1 വർഷം അവനിവിടെ കാണും, ഇവിടെ നിർത്താമെന്ന് ചോദിച്ചു. ഞാനതിന് സമ്മതിക്കുകയും ചെയ്തു. ചേട്ടാ, നല്ലപോലെ അറിയാവുന്ന ആൾക്കാരാണോ? അതേടി, പണത്തിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നമില്ല. ഞാൻ അദ്ദേഹത്തോട് നമ്മുടെ കടം തീർക്കാനുള്ള പണം മുൻകൂറായി വാങ്ങിച്ചു. അദ്ദേഹം തരികയും ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. 10 ദിവസം കഴിഞ്ഞപ്പോഴേക്കും പയ്യൻ വന്നു. 25 വയസ്സുണ്ട്. അവന് എൻട്രൻസ് കിട്ടിയേ പറ്റുകയുള്ളൂ. കുറേ വർഷങ്ങളായി ശ്രമിക്കുകയാണ്, പക്ഷെ നടന്നില്ല. ഇവിടെ നല്ലൊരു കോച്ചിങ് സെൻ്റർ ഉണ്ട്. അവിടെ 1 വർഷം അവൻ എന്തായാലും ചെലവഴിക്കാൻ തീരുമാനിച്ചു. പണം ധാരാളമുണ്ടല്ലോ. ഹിന്ദി സിനിമാ നടന്മാരെ പോലെ ഇരിക്കുകയാണ്. ഒരു കട്ട ബോഡിയുള്ള പയ്യൻ. പിന്നെ അത് മാത്രമല്ല, കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടൊക്കെയാണ് സംസാരവും മറ്റും. എന്നോട് വന്നപ്പോഴേ പറഞ്ഞു, ചേച്ചി, എനിക്ക് വേണ്ടി ഫുഡൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല, ഞാനെല്ലാം പ്രത്യേകതരം ഫുഡാണ് കഴിക്കുന്നത്. ജിമ്മിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ തനിയെ ഉണ്ടാക്കി കഴിക്കും, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കഴിക്കും. അല്ലാതെ ഞാൻ സാധാ ഫുഡൊന്നും കഴിക്കാറില്ലെന്ന് പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടിയില്ല, തലയാട്ടി. ആ, വലിയ രീതിയിലൊക്കെ ജീവിച്ചതാണെങ്കിൽ പിന്നെ എനിക്കെന്തായാലും ശല്യമൊന്നുമില്ലല്ലോ, അവിടെ കഴിഞ്ഞോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോയി. ഒരു ദിവസം എൻ്റെ അമ്മായിമ്മ വന്നു കഴിഞ്ഞപ്പോഴേക്കും, ആദ്യമായി ചെക്കനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാര്യം പൂർണ്ണ സുന്ദരനായ ഒരു പുരുഷനല്ലേ. അപ്പോൾ അമ്മായി പറഞ്ഞു, എടി ശരിയാകില്ല, നിൻ്റെ ഭർത്താവിന് എന്താ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് എന്നോട് ഓരോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്ത് ചെയ്യാന്, മോനിടയ്ക്ക് കുറച്ച് കടമൊക്കെ ഉണ്ടാക്കി, അത് വീട്ടാൻ ഇപ്പോൾ എക്സ്ട്രാ ഒരു വരുമാനം വേണം. എന്നാലും മോളെ, നീ സൂക്ഷിക്കണം. ആ ചെക്കനെ കണ്ടോ, എന്നാ മസിലാടി, കണ്ടിട്ട് ഹിന്ദി സിനിമയിലെ വില്ലന്മാരെ പോലെ ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആ പയ്യൻ എന്നോടൊന്നും അധികം സഹകരിക്കില്ല. ഭക്ഷണം പോലും നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമില്ല. അവന് ജിമ്മ്, പഠിത്തം, അങ്ങനെ സ്വന്തം കാര്യം നോക്കിക്കോളും. വലിയ സെറ്റപ്പിൽ വളർന്ന പയ്യനാണ്, നമ്മളെപ്പോലല്ല. വിദേശ രാജ്യങ്ങളൊക്കെ പോയി പഠിച്ചിട്ടുമുണ്ട്. പിന്നെ എന്തിനാടി അവൻ ഇവിടുത്തെ എൻട്രൻസിന് വേണ്ടിയിട്ട് ഇത്രയും കിടന്ന് ചാടുന്നത്? അതൊന്നും എനിക്കറിയില്ല അമ്മേ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. സത്യം പറഞ്ഞാൽ ആ പയ്യൻ ഒരാവശ്യത്തിനും താഴേക്ക് വരാറില്ല. സെപ്പറേറ്റായിട്ട് എൻട്രൻസും എല്ലാം ഉണ്ട്. അവനൊരുങ്ങും, പോകും, ജസ്റ്റ് കാണുമ്പോൾ വിഷ് ചെയ്യും, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ എൻ്റെ ഭർത്താവ് വന്നു കഴിഞ്ഞാൽ 1-2 മണിക്കൂർ അവൻ്റെ കൂടെ ചിലപ്പോഴൊക്കെ പോയിരിക്കാറുണ്ട്. ആഴ്ചയിൽ ഒരു 3-4 ദിവസമൊക്കെ. എനിക്ക് തോന്നുന്നു ചെറിയ ചില മദ്യപാന സദസ്സും അവിടെ കാണുമായിരിക്കും. ഞാൻ അത് ശ്രദ്ധിക്കാറില്ല. കാര്യം അല്ലെങ്കിൽ തന്നെ പാർട്ടിയാണെന്ന് പറഞ്ഞ് ഭർത്താവിന് അതുണ്ട്. അതൊക്കെ വിലക്കാൻ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ സ്വൈര്യ ജീവിതത്തിന് അതൊരു തടസ്സമാകും. അതുകൊണ്ട് ആണുങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ഞാൻ അന്വേഷിക്കാറില്ല. പിന്നെ കുടിച്ചിട്ട് വന്ന് ഭർത്താവ് ചിലപ്പോൾ ഓവർ ആക്ഷൻസ് ഒക്കെ എടുക്കാറുണ്ട്. ഞാനത് കാര്യമാക്കാറില്ല. എൻ്റെ അടുത്ത് അതൊന്നും വിലപ്പോകില്ല. എന്നാലും ചില സമയത്ത് ഇളക്കമാണ്. പക്ഷേ എൻ്റെ അടുത്ത് അതൊന്നും വിലപ്പോകില്ല. എനിക്ക് കൂടി തോന്നണ്ടേ. ഒരു ബുള്ളറ്റിലാണ് ഇവൻ പോയിട്ട് വരുന്നതുമൊക്കെ. തൽക്കാലം അവനെ നമുക്ക് ഷാരോൺ വിളിക്കാം. ചില ദിവസങ്ങളിൽ അവൻ ബുള്ളറ്റ്
ബുള്ളറ്റ് എടുക്കില്ല. രാവിലെ ഗേറ്റിൻ്റെ അവിടെ ഒരു ബാഗുമായി നിൽക്കും. ആ സമയത്ത് കാർ വരും. മിക്കവാറും പെൺകുട്ടികളാണ് കാർ ഓടിക്കുന്നത്. അതിൽ കയറിപ്പോകും. വൈകിട്ടും കാറിൽ കൊണ്ടുവിടും. ചിലപ്പോൾ രാവിലെ പോയ കാർ തന്നെയാകും വൈകിട്ട് വരിക, ചിലപ്പോൾ വേറെ കാറിലായിരിക്കും. എന്തായാലും കാർ ഓടിക്കുന്നതൊക്കെ സ്ത്രീകളാണ്. അതിൽ ചെറിയ പെൺകുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇത്തിരി മുതിർന്ന പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട്. വലിയ റിച്ച് സെറ്റപ്പാണ് അവൻ്റെ ഫ്രണ്ട്സ് എന്ന് എനിക്ക് മനസ്സിലായി. ഞാനിപ്പോൾ ടൗണിൽ താമസിക്കുന്നതേ ഉള്ളൂ, എങ്കിലും ഒരു നാട്ടുപുറത്തെ വീട്ടമ്മയുടെ മനസ്സാണ് എനിക്കിപ്പോഴും. എൻ്റെ അമ്മയ്ക്കും അങ്ങനെ തന്നെയാണ്. എന്തായാലും ഇവൻ്റെ ഇത്തരം വിക്രികളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒരു ദിവസം കൗതുകത്തിന് ഞാൻ അവൻ മുറ്റത്ത് നിന്നപ്പോൾ ചോദിച്ചു, അല്ല മോനെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നീ പലപ്പോഴും രാവിലെ ഈ ബുള്ളറ്റ് എടുക്കാതെ പല കാറിലും പോയിട്ട് തിരിച്ചു വരുന്നത് കണ്ടിട്ടുണ്ടല്ലോ, ഇതൊക്കെ ആരാ? വന്നപ്പോഴേ ഇത്രയും ഫ്രണ്ട്സിനെ ഇവിടെ നിന്ന് കിട്ടിയോന്ന്? കൂടെ പഠിക്കുന്നവരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ പറഞ്ഞു, കൂടെ പഠിക്കുന്നവരല്ല, ചേച്ചിക്ക് അറിയാത്തതുകൊണ്ടാണ്. സോഷ്യൽ മീഡിയയിൽ ഞാൻ കുറച്ച് പ്രശസ്തനാണ്. റീൽസും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതുമാത്രമല്ല മോഡലിങ്ങും ചെയ്യുന്നുണ്ട്. അങ്ങനെ എനിക്ക് എവിടെ പോയാലും നല്ല ഫാൻസ് ഉണ്ട്. അവർ എനിക്ക് മെസ്സേജ് ഇടും. അങ്ങനെയാണ് ഞാൻ അവരെ കാണുന്നത്. എന്നെ ഇഷ്ടമുള്ള ആൾക്കാരാണ് രാവിലെ കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും ഒക്കെ. ഞാൻ ചോദിച്ചു, പഠിക്കാൻ തന്നെയാണോ പോകുന്നത് അതോ ആരാധകരുടെ കൂടെ കറങ്ങി നടക്കുകയാണോന്ന്? ചില ദിവസങ്ങളിൽ കറങ്ങും, ചിലപ്പോൾ അങ്ങോട്ട് കൊണ്ടുവിടും, തിരിച്ചിങ്ങോട്ട് വരും. അല്ല, സ്ത്രീകൾ മാത്രമേ ഉള്ളൂ ആരാധകരായിട്ട്. അത് പിന്നെ ഞാൻ ജിമ്മിലെ വർക്കൗട്ടൊക്കെ വീഡിയോ ആയിട്ട് ഇടാറുണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീകളാണ് കൂടുതൽ ഫാൻസ്. അത് പിന്നെ പറയാതെ ചേച്ചിക്ക് അറിയാമല്ലോ, ചേച്ചി യൂസ് ചെയ്യുന്നില്ലേ സോഷ്യൽ മീഡിയ ഒക്കെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഉണ്ട്, പക്ഷേ ഞാൻ ആക്റ്റീവല്ല. നിൻ്റെ പ്രൊഫൈൽ എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ പ്രൊഫൈൽ നെയിം പറഞ്ഞു തന്നു. ഞാനിതിങ്ങനെ ജസ്റ്റ് സെർച്ച് ചെയ്തു. ആ, ഞാൻ നോക്കിക്കൊള്ളാം, എന്താണെന്ന് കാണട്ടെ, റീൽസൊക്കെ കൊള്ളാമെങ്കിൽ എങ്കിൽ എന്നെ ഫോളോ ചെയ്യണേ, ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ചെയ്യാമെന്ന്. അങ്ങനെ ഉച്ച കഴിഞ്ഞപ്പോഴില്ലേ ഞാൻ അതൊക്കെ ഒന്ന് എടുത്തു നോക്കി. എൻ്റെ മാഡം, അത് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. എല്ലാ റീൽസിലും ശരീര പ്രദർശനമുണ്ട്. അതുമാത്രമല്ല സിനിമാ നടന്മാരെ പോലെയാണ് കണ്ടാലിരിക്കുന്നത്. ഫിൽറ്ററൊക്കെ ഇട്ട് വെച്ചെന്ന് പറഞ്ഞാലും അവൻ യഥാർത്ഥത്തിൽ സുന്ദരൻ തന്നെയാണല്ലോ. എത്രയധികം ലൈക്കാണെന്ന് അറിയാമോ കിട്ടിയിരിക്കുന്നത്? ആയിരക്കണക്കിന് ലൈക്സാണ്, പിന്നെ ഷെയറും. എനിക്ക് തോന്നുന്നു എല്ലാ വീഡിയോസും മില്യൺസ് അടിച്ചിരിക്കുകയാണ്. വർക്കൗട്ട് വീഡിയോസിനൊക്കെ 100 കണക്കിന് ഷെയറുകളും കമൻറ്റുകളുമുണ്ട്. എല്ലാവരും കൊതിയോടുകൂടിയാണ് കമൻ്റ് ഇട്ടിരിക്കുന്നത്. സ്ത്രീകളൊക്കെ വന്നിട്ട് ഐ ലവ് യു എന്ന് 100 വട്ടം കമൻ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ചില പാട്ടൊക്കെ പാടുന്ന വീഡിയോകളുണ്ട്. അവൻ പാടുന്ന ഒന്നുമല്ല, ലിപ്സിംഗാണ്. അതിനൊക്കെ പറയണ്ട, എത്രയോ പേര് എന്ത് സുന്ദരനാണ്, ഹാൻസം, ഓസം എന്നൊക്കെ പറഞ്ഞ് സെലിബ്രിറ്റി സ്റ്റാറ്റസാണ് അവന്. ഇഷ്ടം പോലെ ആൾക്കാർ അവനെ ഫോളോ ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ആകെ കൂടി ഒരു വൈബ് നമുക്ക് തോന്നും. ഓ, ഇവൻ ഇത്രയും വലിയ പുള്ളിയായിരുന്നു. എനിക്കത് കണ്ടപ്പോഴാണ് വല്ലാത്ത ഒരു തിരിച്ചറിവുണ്ടായത്. നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പോഴേക്കും എൻ്റെ ഭർത്താവിൻ്റെ സുഹൃത്തിൻ്റെ മോൻ, അത്ര മാത്രമേ ഉള്ളൂ. ചുമ്മാതല്ല പെണ്ണുങ്ങൾ ഓടി വരുന്നത്. ഇതിൽ കമൻ്റ് ഇട്ടിരിക്കുന്ന 2 പെണ്ണുങ്ങൾ മതി. അവർ ഓടി വന്നു കഴിഞ്ഞാൽ എത്ര ആവേശം കാണിക്കും. ഫിൽട്ടർ ഇട്ട് പലരെയും ഇങ്ങനെ പെണ്ണുങ്ങളെ പറ്റിച്ചിട്ട് ഓരോ പ്രശ്നങ്ങളുണ്ടാക്കിയെന്ന് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അവരൊക്കെ സുന്ദരന്മാരാണോ നമുക്കറിയില്ലല്ലോ, അല്ലെങ്കിൽ സുന്ദരികളാണോന്നും അറിയുകയില്ല. എന്തായാലും ഇവൻ യഥാർത്ഥത്തിൽ നല്ല സൗന്ദര്യമുള്ളൊരു പയ്യനാണ്. അവനിപ്പം ഫിൽട്ടർ ഇട്ടാൽ സൗന്ദര്യം 100 ഇരട്ടിയാകും. ഏത് സ്ത്രീകളാണെങ്കിലും ഇങ്ങനെയുള്ള ആൾക്കാരെ ഒന്ന് മോഹിക്കില്ലേ? തീർച്ചയായിട്ടും എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ സൗന്ദര്യം അവൻ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്ത് അത് അവൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുകയാണ്. അതിലിപ്പോൾ ഞാൻ അസൂയപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. എങ്കിലും ഭർത്താവ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ എന്നോട് ചോദിച്ചു, അല്ല നിനക്കിതൊന്നും അറിയില്ലേ? അവൻ ഫേമസ് ആണല്ലോ, നീ ഇരുന്ന് സോഷ്യൽ മീഡിയയിൽ പലതും ഇരുന്ന് തോണ്ടുന്ന കാണാമല്ലോ, എന്നിട്ട് നീ ഇവൻ്റെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലേ? ഞാൻ പറഞ്ഞു, ആരെങ്കിലും കണ്ടിട്ടില്ല. ഞാൻ ആണുങ്ങളിങ്ങനെ ഷർട്ടില്ലാതെ നിൽക്കുന്ന വീഡിയോ ഫോട്ടോ ഒന്നും കണ്ടിട്ടില്ല. അയ്യോ എടി, ഏതോ സിനിമ നടൻ ഷർട്ടില്ലാതെ നിൽക്കുന്നൊരു ഫോട്ടോ അല്ലേടി നിൻ്റെ ഫോണിൽ കുറേ നാളായിട്ട് കിടന്നിരുന്നത്? അത് പിന്നെ നടനല്ലേ? നടന്മാർക്ക് എന്താടി കൊമ്പുണ്ടോ? സാധാരണക്കാർക്കിടയിലാണ് ഏറ്റവും സൗന്ദര്യമുള്ള ആളുകൾ. അവർ സിനിമയിൽ എത്തുന്നില്ല, അവരാരും തിരിച്ചറിയുന്നില്ല, അത്രയേ ഉള്ളൂ. അങ്ങനെയുള്ളവർക്ക് സെലിബ്രിറ്റികളാകാനുള്ള ഒരു മാർഗമാണ് ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്. നിനക്കൊരു കാര്യം അറിയാമോ? അവൻ ഇതിൽ നിന്നുണ്ടാകുന്ന മോഡലിംഗ് പൈസയും ഒക്കെ വെച്ചിട്ടാണ് ജീവിക്കുന്നത്. ഇഷ്ടംപോലെ വരുമാനമാണ് കിട്ടുന്നത്. എനിക്ക് കിട്ടുന്ന സാലറിയുടെ 2 ഇരട്ടി അവന്
ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്, അതെന്ന് എനിക്കറിയാവോ? ആ, അവന് എത്ര പണം വേണമെങ്കിലും കിട്ടിക്കോട്ടെ, എനിക്ക് പ്രശ്നമില്ല. ഞാൻ പറയാൻ വന്നത് അതല്ല. നമ്മുടെ വീട്ടിലാണ് അവൻ താമസിക്കുന്നത്. രാവിലെയും വൈകിട്ടും ഓരോ പെണ്ണുങ്ങളാണ് കാറിലൊക്കെ പലപ്പോഴും കൊണ്ടുവിടുന്നത്. ആരാധികമാരാണെന്നാണ് പറയുന്നത്. ഇങ്ങനെ കുറേ പെണ്ണുങ്ങൾ മെസ്സേജ് അയച്ച് ഇവൻ അവരുടെ കൂടെയൊക്കെ ചുറ്റി നടക്കും. അവസാനം വിവാഹ വാഗ്ദാനം കൊടുത്ത് വേറെന്തെങ്കിലും ആയെന്ന് പറഞ്ഞ് പ്രശ്നങ്ങളാകും. ഇതാണല്ലോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. സൗന്ദര്യമുള്ള ആണുങ്ങളല്ല ഇപ്പോൾ സ്വയം സെലിബ്രിറ്റി ആണെന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ് പെണ്ണുങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ. എടി, വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ ഇവനെ കാറും കൊണ്ട് വന്ന് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഇവൻ്റെ കുറ്റമാണോ അതോ പെണ്ണുങ്ങളുടെ കുറ്റമാണോ? സൗന്ദര്യമുള്ള ആണുങ്ങളുടെ പുറകെ പല പെണ്ണുങ്ങളും നടക്കും. പിന്നെ സാധാരണ ഒരു പെണ്ണിൻ്റെ പുറകെ പോലും നൂറുകണക്കിന് ആണുങ്ങളാണ്. അപ്പോൾ സൗന്ദര്യമുള്ള ആണുങ്ങൾ അതിൻ്റെ ബെനിഫിറ്റൊക്കെ അനുഭവിച്ച് ജീവിച്ചോട്ടെ, നിനക്കെന്താ കുഴപ്പം? ഇനി അവൻ പേരുദോഷം ഉണ്ടാകുകയാണെങ്കിൽ അവൻ്റെ അച്ഛനും അമ്മയും നോക്കിക്കോളും. അവർക്കില്ലാത്ത വിഷമം നിനക്ക് ആവശ്യമില്ല. ഇനി അവൻ വീട്ടിൽ അനാവശ്യമായി ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ മാത്രം നീ പ്രതികരിച്ചാൽ മതി. ഗേറ്റിന് പുറത്ത് നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി നീ ആലോചിക്കേണ്ട കാര്യമില്ല. അല്ല, മറ്റുള്ളവരുടെ കാര്യം അധികം ശ്രദ്ധിക്കാത്ത നീ എന്തിനാണ് ഇങ്ങനെ സ്പൈ വർക്ക് ചെയ്യാൻ നടക്കുന്നത്? നിങ്ങളിങ്ങനെ പറയുകയുള്ളൂ എന്ന് എനിക്കറിയാം. ഉള്ള കാര്യം ഞാൻ വാണിംഗ് ചെയ്തതാണ്. ആ, ഞാൻ അങ്ങനെ പറയുകയുള്ളൂ. എനിക്കറിയാം അവൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ട്. ഇഷ്ടം പോലെ മുന്തിനും ബ്രാൻഡിയോ വിസ്കിയോ ഒക്കെ വാങ്ങിച്ചു വെച്ചേക്കുക. നിങ്ങളത് പോയി ഓസിന് കഴിക്കുന്നുണ്ട്. അതിന് നന്ദിയല്ലേ നിങ്ങളിപ്പോൾ അവനെ പൊക്കി പറയുന്നത്? അതേടി, അവൻ ഡീസൻ്റാണ്. പണം ചിലവാക്കാൻ ഒട്ടും മടിയില്ല. ഞാൻ എന്തായാലും അത് വാങ്ങിച്ച് കഴിക്കാൻ പറ്റില്ലല്ലോ. അവൻ തരുന്നു, ഞാൻ കുടിക്കുന്നു. നിനക്കുള്ള പ്രശ്നമുണ്ടോ? നീ നിന്റെ കാര്യം നോക്കി നടക്കുക. ചില ദിവസം ഞാൻ ആവേശത്തോടുകൂടി വരുമ്പോൾ നീ കാട്ടുകോഴി പോലെ ഓടി മറയുമല്ലോ. എന്തുകൊണ്ടാണ്? അവൻ ചെറുപ്പക്കാരനാണ്. അവൻ അവൻ്റെ ജീവിതം എൻജോയ് ചെയ്യട്ടെ. നിനക്ക് 8 പൊട്ട് ഇതുവരെ തിരിഞ്ഞിട്ടില്ല, അതിൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, 8 എനിക്കറിയാം, പൊട്ട് എനിക്കറിയാം. ഞാനിന്ന് നിങ്ങളോട് ഒന്നും പറയാൻ വരുന്നില്ല. എന്തിനും പേരുദോഷം ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് മാനേജ് ചെയ്തോണം. അതേടി, ഞാൻ മാനേജ് ചെയ്തോളാം. നീയാണെങ്കിൽ അവൻ്റെ പ്രൊഫൈൽ നോക്കിയിരുന്ന് മസിലും കണ്ട് പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതി. നിനക്ക് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ അല്ലേ മാനേജ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അത് കേട്ടത് എനിക്ക് വല്ലാത്തൊരു അപമാനമായി. നിങ്ങൾ എന്നെക്കുറിച്ച് അങ്ങനെയാണോ കരുതിയിരിക്കുന്നത്? ആ, അതൊന്നും പറയാൻ പറ്റില്ല. സ്ത്രീകളല്ലേ, അവർ ചിന്തിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആകും പ്രവർത്തിക്കുക. അപ്പോൾ നിങ്ങൾ അവൻ്റെ കൂടെ കൂട്ടുകൂടിയത് പെണ്ണുങ്ങളുമായിട്ട് പുതിയ കണക്ഷൻ ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കുമോ? അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ആ, നിഷേധിച്ചാലും നിഷേധിച്ചില്ലെങ്കിലും നീ അത് അറിയേണ്ട കാര്യമില്ല. ചിലപ്പോൾ അങ്ങനെ പല ബെനിഫിറ്റുകളും ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് കാണും. നീ നിന്റെ പാട് നോക്ക്. ഭർത്താവിൻ്റെ ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോൾ എനിക്ക് പേടിയായി. ശരിക്കും ഈ ചെക്കൻ സിനിമാടനെ പോലെ ഇരുന്ന് ഇങ്ങനെ ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്നവർക്കും അതേപോലെ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടായാൽ അവൻ സഹായിക്കില്ലേ? ഇപ്പോഴത്തെ കാലത്ത് എവിടെ എന്ത് കിട്ടുമെന്ന് നോക്കി നടക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളുമാണ്. എല്ലാത്തെയും കെട്ടഴിഞ്ഞു വിട്ടേക്കാണ് എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. എന്തായാലും ഇവൻ്റെ യഥാർത്ഥ രീതിയിലുള്ള സ്വഭാവം എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ചാറ്റ് ചെയ്ത് നോക്കണം. എൻ്റെ പ്രൊഫൈൽ എന്നല്ല, പുതിയൊരു പ്രൊഫൈൽ അതിനായി സൃഷ്ടിക്കണം എന്ന് വിചാരിച്ച് ഏകദേശം ഒറിജിനൽ പോലെ ഒരു ഫേക്ക് പ്രൊഫൈൽ ഞാനുണ്ടാക്കി. എന്നിട്ട് കുറേ പേരെയൊക്കെ ആഡ് ചെയ്ത ശേഷമാണ് ഇവനെ ആഡ് ചെയ്തത്. അത് കഴിഞ്ഞ് ഞാൻ മെസ്സേജ് അയച്ചു. വളരെ ക്യൂട്ടാണ്. ഇത്രയും മസിലൊക്കെ ബിൽഡ് ചെയ്യുന്ന ആണുങ്ങളെ ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല. എവിടെയാ താമസം, എന്താ ചെയ്യുന്നത്, ഏത് ജിമ്മിലാണ് പോകുന്നത് എന്നൊക്കെ ഞാനിങ്ങനെ ചോദിച്ചു. ഈ ബോഡി ബിൽഡേഴ്സിനൊക്കെ ഇതൊക്കെ ചോദിക്കുന്നത് ഇഷ്ടമാണല്ലോ. എന്തായാലും എൻ്റെ മെസ്സേജ് അവൻ കണ്ടത് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ്. അവൻ ചില്ലറക്കാരനല്ല. അവന് കൈകാര്യം ചെയ്തതിനേക്കാൾ കൂടുതൽ മെസ്സേജ് വരുന്നുണ്ട്. ഇവനൊരു സെലിബ്രിറ്റി തന്നെ എന്ന് ഞാൻ വിചാരിച്ചു. ഞാനിങ്ങനെയാണെങ്കിൽ എത്രയോ പെണ്ണുങ്ങൾ ഏതൊക്കെ രീതിയിൽ മെസ്സേജ് അയക്കുന്നുണ്ടാകും, ആണുങ്ങൾ അയക്കുന്നുണ്ടാകും. ആണുങ്ങളെ കമൻറ്റ് ഞാൻ കണ്ടു. ഈ ലോകം ദൈവമേ തലകീഴായി പൊക്കോണ്ടിരിക്കുകയാണല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ പതുക്കെ പതുക്കെ ഞാൻ എന്തെങ്കിലും മെസ്സേജ് ഇടും. ഇടയ്ക്കിടയ്ക്ക് മറുപടി വരും. ഒരു ദിവസം നിങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ ഈ സിറ്റിയുടെ പേര് പറഞ്ഞു. ഇവിടെ വർക്ക് ചെയ്യുകയാണെന്നും ഒരു വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു. ഹസ്ബൻഡ് ഗൾഫിലാണെന്നും പറഞ്ഞു. പ്രായം ഞാൻ കുറച്ചാണ് പറഞ്ഞത്, 27 വയസ്സ്. എന്തായാലും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ വീഡിയോ കോൾ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് പറ്റില്ല, ഇപ്പം സാഹചര്യമില്ലെന്ന്. പിന്നെ ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ഫോട്ടോ അയച്ചു കൊടുത്തു. എൻ്റെ ഫോട്ടോ ഒന്നുമല്ല. അത് കണ്ടപ്പോൾ അവൻ ഇഷ്ടപ്പെട്ടു. സുന്ദരിയാണല്ലോ എന്ന് പറഞ്ഞു. ആ, നല്ല സുന്ദരി പെണ്ണുങ്ങളുടെ ഫോട്ടോ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ സുന്ദരിയാണെന്നല്ലേ പറയൂ. എൻ്റെ യഥാർത്ഥ ഫോട്ടോ അയച്ചു കൊടുത്താൽ എന്ത് പറയുമോ എന്തോ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് തുടർന്നു. അവൻ എന്നോട് ചോദിച്ചു, ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റുമോ, എവിടെങ്കിലും ടൂർ പോകാൻ താല്പര്യമുണ്ടോ എന്നും. ഇവൻ മറ്റേ കക്ഷി തന്നെ എന്ന് ഞാൻ ഉറപ്പിച്ചു. അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, റിസ്ക്കാണ്, എന്നാലും എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ കുറേയധികം ഫോട്ടോസ് എനിക്ക് ഇൻബോക്സിൽ അയച്ചു തന്നു. അത് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ
അപ്പോൾ ഇവരാരെങ്കിലും ചോദിച്ച് ഒന്ന് ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള എല്ലാ ഡീറ്റെയിൽസും അയച്ചു കൊടുക്കും. ചുരുക്കം പറഞ്ഞാൽ ഞാൻ മനസ്സിൽ വിചാരിച്ചു തന്നെ ഇവന് ഇത് തന്നെയാണ് ഉദ്യോഗം എന്ന് മനസ്സിൽ വിചാരിച്ചു. ഞാൻ അതൊക്കെ കണ്ടിട്ട് വാവ് സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് മറുപടി ഇട്ടു. ഞാൻ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഒരു ഡേറ്റ് പറയാം, അന്ന് ഫ്രീ ആണെങ്കിൽ നമുക്കിറങ്ങാമെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞാണ് അന്ന് ഞങ്ങൾ ചാറ്റ് നിർത്തിയത്. പക്ഷേ ഫോട്ടോസൊക്കെ അന്നേരം ഞാൻ മൊത്തവും സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കിയില്ല. ഇത്തിരി കഴിഞ്ഞപ്പോൾ എല്ലാം ഞാൻ ലാർജാക്കി കാണാൻ തുടങ്ങി. എൻ്റെ ഹൃദയം പടപടാടിച്ചു. ഇത്രയും സൗന്ദര്യം ഏത് കോണിലും ഉയർന്ന കോണിലും ഞാൻ കണ്ടിട്ടില്ല. ശരിക്കും പണ്ട് ഞാൻ വീഡിയോ ഒക്കെ കാണുമായിരുന്നു. എൻ്റെ കല്യാണത്തിന് മുന്നേ എൻ്റെ ഹോസ്റ്റലിൽ ഒരു പെണ്ണ് അവളെപ്പോഴും നിർബന്ധിക്കുമായിരുന്നു കാണാൻ. അവളുടെ കൂടെ കൂടിയിരുന്ന് ഞാൻ അതൊക്കെ കാണുമായിരുന്നു. പക്ഷേ ആ സമയത്ത് ഇങ്ങനെ വിദേശ രാജ്യത്തുള്ള ഫോട്ടോ കാണുമ്പോൾ ഞാൻ പറയും, ഷോ അവരെല്ലാം നല്ല വെളുത്ത് തൊടുത്ത് ഓക്കെ ക്ലീൻ ആയിട്ടിരിക്കുകയാണെങ്കിൽ എന്തൊരു ഫിനിഷിംഗ് ആണെന്നും. അപ്പോൾ അവളുമാർ പറയും അത് അവരുടെ വംശത്തിൻ്റെ ഗുണമാണ്, ഇവിടെയുള്ളവർക്ക് അങ്ങനെയില്ല മോളെ, എല്ലാം കരിക്കാടിയാണെന്ന്. പക്ഷേ കരിക്കാടിയല്ലാത്ത കാര്യങ്ങളാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. നല്ല തെളിച്ചം, നല്ല തൂവെണ്മ, നല്ല ചുവപ്പ് നിറം. എൻ്റെ മനസ്സിൽ സംശയമായി. ഫേക്കായിരിക്കും. ഞാനിപ്പോൾ അയച്ചതുപോലെ അവന് ഏതെങ്കിലും ഫേക്ക് ഫോട്ടോസ് എടുത്ത് എനിക്കും അയച്ചെന്ന് കാണും. ഇത്രയും വെണ്മയും തെളിമയും ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. നമുക്കറിയാമെന്നല്ലേ, സ്വന്തം ഭർത്താവിൻ്റെ കാര്യമാണെങ്കിൽ എങ്ങനെയാണ്, കണ്ട് പരിചയിച്ചതല്ലേ. അവനും അങ്ങനെയൊക്കെ ഒരാൾ തന്നെയാണ്, പിന്നെ കൂടുതൽ സുന്ദരമാണെന്നേ ഉള്ളൂ. പക്ഷെ ഇങ്ങനൊന്നും ആയിരിക്കില്ല എന്നെൻ്റെ മനസ്സ് പറഞ്ഞു. എങ്കിലും പിറ്റേ ദിവസം അവൻ അവിടെ പലതും നനച്ചിട്ടിരുന്ന് കണ്ടപ്പോൾ ഞാൻ ഓർത്തു, സുന്ദരമായ മൂടുപടങ്ങളല്ലേ ഇത് എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ മുറ്റത്തുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞപ്പോഴേക്കും അറിയാതെ ഒരു ഉൾനനവ് എനിക്ക് അനുഭവപ്പെട്ടു. ആർദ്രമായൊരു നനവ്. പിന്നെ പലപ്പോഴും അവൻ സ്ത്രീകളുടെ കൂടെ വരുമ്പോൾ എനിക്ക് അസൂയാണ് അനുഭവപ്പെട്ടത്. അവൻ ചിരിച്ചുകൊണ്ട് കയറി വരുമ്പോൾ എൻ്റെ മുഖം ഇരുളും. എങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പുഞ്ചിരിക്കും. എന്നാലും എൻ്റെ മനസ്സിൽ അസൂയയാണ്, വിങ്ങലാണ്. പക്ഷേ എന്തോ എൻ്റെ മനസ്സ് പറഞ്ഞു, ചിലപ്പോൾ യഥാർത്ഥ ഫോട്ടോ ആണെങ്കിലും അവൻ ഇത്രയും സുന്ദരനാണ്, അവന് കോൺഫിഡൻസുമുണ്ട്. അത് അല്ലെന്ന് നിഷേധിക്കാൻ പറ്റില്ല. എനിക്ക് തുറന്നു പറയാൻ തോന്നി, മോനെ ഞാനാണിത്, അടിയിൽ ഞാനുണ്ട്, നീ അടിയിലേക്ക് വരൂ എന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അത് വിവാദങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഇടയാക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ മസിൽ പിടിച്ച് സംസാരിച്ചു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവൻ പോകണ്ടെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഒരു 10 ദിവസത്തെ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറി. പിന്നെ ഒരു ദിവസം അവൻ ഉച്ചയ്ക്ക് വന്നു. ഒരു പെൺകുട്ടിയാണ് കൊണ്ടുവിട്ടത്. ഞാൻ അത് കാണുന്നുണ്ടായിരുന്നു. ഇത്തിരി കഴിഞ്ഞപ്പോൾ ഞാൻ അവനെ വിളിച്ചു. താഴെ നിന്ന് അവൻ വന്നെത്തി നോക്കി. അല്ല, ഇന്നെന്താ മോനെ നേരത്തെ വന്നത്? അത് എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു. എന്താ പനിയോ മറ്റോ പിടിച്ചെന്ന് ചോദിച്ചു. ഏയ് ഒന്നുമില്ല, ഒരു തലവേദന. ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വന്നേ, ഞാൻ വേണമെങ്കിൽ കാപ്പിയോ ചായ ഇട്ട് തരാമെന്ന്. ഓ അത് വേണ്ട ചേച്ചി, ഇപ്പം 2:30 ആയിട്ടുള്ളൂ. അല്ല വന്ന് എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ താഴെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, ആ പ്രൊഫൈലൊക്കെ ഞാൻ വിശദമായി ശ്രദ്ധിച്ചു. എത്ര പെണ്ണുങ്ങളാണ് കമൻസ് ഇട്ടിരിക്കുന്നത്, എത്ര ആണുങ്ങളാണ് കമൻസ് ഇട്ടിരിക്കുന്നത്. നല്ല കമൻസ് ഉണ്ട്, പാട് കമൻസ് ഉണ്ട്. സൗന്ദര്യമുള്ള ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും പുറകെ എത്ര പേരാ എന്ന് പറഞ്ഞപ്പോൾ അവൻ ചിരിച്ചു. അത് പിന്നെ അങ്ങനെയല്ലേ, നമുക്ക് സൗന്ദര്യമുണ്ടെങ്കിൽ നമ്മൾ അതും ഒരു മുതലാക്കണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ കയ്യിൽ എല്ലാ തരികടയുണ്ട്. ഇപ്പം കൊണ്ടുവിട്ട പെണ്ണ് ഏതാണെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണെന്ന് പറഞ്ഞു. അതും സോഷ്യൽ മീഡിയ ഫ്രണ്ടായിരിക്കും. എനിക്കറിയാം, തലവേദനയൊന്നുമല്ല, അവളുടെ കൂടെ കറങ്ങിട്ട് വരികയാണ് അല്ലെന്ന് ചോദിച്ചു. അവനൊന്നും മിണ്ടിയില്ല. ഞാൻ പറഞ്ഞു സത്യം എന്നോട് പറയാൻ. അതേ ചേച്ചി, അവളുടെ വീട്ടിൽ ആരുമില്ലായിരുന്നു, ടൗൺ ലിമിറ്റിൽ തന്നെയാണ്. അങ്ങനെ ഞാൻ പോയിട്ട് വന്നതാണെന്നും. നിനക്ക് നാണമില്ലേ? ഇത്രയും അധപ്പതിക്കാമോ? എന്തിനാണ് ഇത്രയും പെണ്ണുങ്ങളോട് ചാറ്റ് ചെയ്യുന്നത്? അതുമാത്രമല്ല അവർക്ക് നീ ഓരോരോ വൃത്തികെട്ട പടങ്ങളൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ടെന്നും ഞാൻ കേട്ടല്ലോ എന്ന്. ഇതൊക്കെ ചേച്ചിക്ക് എങ്ങനെ അറിയാം? ചേച്ചിനോട് ചാറ്റ് ചെയ്തിട്ടുണ്ടല്ലേ എന്ന് പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടിയില്ല. എനിക്ക് മനസ്സിലായി, ഈ അടുത്ത കാലത്തായിട്ട് 3-4 പ്രൊഫൈലിൽ നിന്ന് എനിക്ക് ചാറ്റുകൾ വരുന്നുണ്ട്. അത് ചേച്ചിയാണെന്ന് എനിക്ക് സംശയമുണ്ട്. പിന്നെ 3-4 പ്രൊഫൈലിൽ നിന്ന് ഞാൻ അതിന് നിനക്ക് ചാറ്റ് ചെയ്യുന്നത്? എനിക്കെന്തോ എൻ്റെ മനസ്സങ്ങനെ പറഞ്ഞു. സത്യം പറ ചേച്ചി ഇതെങ്ങനെ അറിഞ്ഞു എന്ന്. അപ്പോൾ പിന്നെ ഞാൻ ഉള്ളത് പറഞ്ഞു. ചേച്ചി, കാറ്റുള്ളപ്പോൾ മാത്രമേ പാറ്റാൻ പറ്റൂ. അതുകൊണ്ട് നമുക്ക് സൗന്ദര്യവും ആരോഗ്യമുള്ളപ്പോൾ നമ്മൾ നന്നായിരിക്കണം. പിന്നെ ഞാൻ ആരോടും കല്യാണം കഴിക്കാമെന്നോ പ്രേമമാണെന്നോ പറഞ്ഞിട്ടില്ല. അവർക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ കൂടെ കറങ്ങാൻ വരാം. പിന്നെ മറ്റു കാര്യങ്ങളും ഓക്കെ. അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ഞാൻ പരിശ്രമിക്കും.
പക്ഷേ എനിക്ക് ആവശ്യമുള്ള പേയ്മെൻറ്റും കിട്ടണം, അല്ലാതെ ഞാൻ ഒന്നിനുമില്ല. റിച്ചായിട്ടുള്ള ആൾക്കാരെയും അതേപോലെ ഇഷ്ടംപോലെ പണമുള്ള ആൾക്കാരെയും ഞാൻ നോക്കാറുള്ളൂ എന്ന് പറഞ്ഞു. എന്നാലും എൻ്റെ മോനെ 1 9 ആണോ, ഇതിങ്ങനെ 100ന് മേലെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, അതിനൊക്കെയുള്ള ചട്ടക്കൂടുകൾ ഞാൻ ഇട്ടിട്ടുണ്ട് ചേച്ചി എന്ന് പറഞ്ഞ് അവൻ വിശദമാക്കി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ 100% പ്രൊഫഷണലാണ്. അവനെ എന്ത് പറയാനാണ്, അവൻ്റെ വിജയത്തിന് വേണ്ടി അവൻ പ്രയത്നിക്കുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഓക്കെ, എനിക്കിതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ചേച്ചിക്ക് എന്നോട് എപ്പോഴെങ്കിലും താല്പര്യം തോന്നിയിട്ടുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവ് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയാണ്, അദ്ദേഹത്തെ വഞ്ചിക്കാൻ പറ്റില്ലോ എന്ന്. ചേച്ചിയുടെ ഭർത്താവ് മിക്കവാറും ദിവസങ്ങളിൽ എൻ്റെ കൂടെ വരും. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഞാൻ വീഡിയോ കോൾ ചെയ്യുന്നതൊക്കെ കാണുകയാണല്ലോ. അപ്പുറത്തിരിക്കുന്ന ആൾക്കാർക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പുറത്ത് മാറിയിരുന്ന് പുള്ളി അതെല്ലാം കാണുകയാണ്. ഇഷ്ടംപോലെ പെണ്ണുങ്ങൾ വിളിക്കുന്നത് കാണാൻ വേണ്ടി വന്നിരിക്കുന്ന ആളാണോ ഇത്ര സത്യസന്ധൻ എന്ന് ചോദിച്ചു. അങ്ങനെയാണോടാ, എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ് ചേച്ചി. ഇത് മാത്രമേ ഉള്ളൂടാ, നിൻ്റെ കൂടെയുള്ള കുറേ പെണ്ണുങ്ങളുണ്ടല്ലോ, അവളുമാരുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? അതൊന്നുമില്ല ചേച്ചി, കാണുന്നതിലാണ് സന്തോഷം. പിന്നെ ഞാൻ ചേച്ചിയോട് പറയാത്തൊരു കാര്യം കൂടെ പറയട്ടെ. എന്താ? എന്നോട് ചേട്ടൻ പറയുകയാണ്, എടാ എൻ്റെ വൈഫില്ലേ, അവൾ സുന്ദരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോയെന്ന്. ഞാൻ പറഞ്ഞു, ചേച്ചി സുന്ദരിയാണല്ലോ. സൗന്ദര്യം ഉണ്ടായിട്ട് എന്താടാ കാര്യം? കലാപരമായ ഒരു കഴിവുമില്ല. കലയുള്ള സ്ത്രീകളെയാണ് എനിക്കിഷ്ടം. ആടണം, പാടണം, ആനന്ദിക്കണം, അതൊന്നും അവളെക്കൊണ്ട് പറ്റില്ല. അക്കരെയുമല്ല ഇക്കരെയുമല്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സ്ത്രീയാണവൾ. ഇൻട്രസ്റ്റ് ഇത്തിരി കുറവാണ്. അല്ലായിരുന്നെങ്കിൽ നമുക്ക് 3 പേർക്ക് ചേർന്ന് ഒരു കലക്ക് കലക്കായിരുന്നു എന്നാണ് ചേട്ടൻ പറഞ്ഞത്. ദൈവമേ, എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ പറഞ്ഞു. അങ്ങനെ വഴിതെറ്റിപ്പോയോ? ചേച്ചി, യഥാർത്ഥത്തിൽ ചേട്ടന് ഇതൊക്കെ കാണാനാണ് താല്പര്യം, അല്ലാതെ ഡയറക്റ്റായിട്ടുള്ള താല്പര്യം ചേച്ചിയോട് മാത്രമേ ഉള്ളൂ. പക്ഷേ കാണുന്നതിൽ ഒത്തിരി വീക്ക്നെസ് ഉണ്ട് എന്ന് പറഞ്ഞു. അവസാനം കഥ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ തമ്മിൽ ഒരു മറയുമില്ലാതായി. എൻ്റെ ഇൻട്രസ്റ്റും ഞാൻ അവതരിപ്പിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം, ഇതിൽ ഞാൻ ഒട്ടും പങ്കാളിയാകുന്നില്ല. നീ ഒരു കാര്യം ചെയ്യേ, ചേട്ടനോട് പറ, ചേച്ചിയോട് ഒന്ന് പറഞ്ഞു നോക്കൂ. പറയുമ്പോൾ ചേച്ചി സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, എന്തായാലും ചേട്ടൻ തന്നെ പറഞ്ഞു നോക്ക്. ഇത്രയും കാലം ഒന്നും പറഞ്ഞില്ലല്ലോ. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴേക്കും ഞാൻ എന്തൊക്കെയോ മനുഷ്യ നിങ്ങൾ പറഞ്ഞത്, പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ നിൽക്കുന്നു എന്ന് പറഞ്ഞ് ഇത്തിരി ബുദ്ധിമുട്ടി സമ്മതിക്കാം. അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ സ്ത്രീയായ എൻ്റെ മേൽ ഒത്തിരി പഴി വരും. ഞാൻ ഇൻട്രസ്റ്റ് എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താക്കന്മാർക്ക് ഇഷ്ടമല്ല. എന്നാൽ ഭർത്താവിൻ്റെ നിർബന്ധം മൂലമാണെന്ന് പറഞ്ഞാലോ ഓക്കെയാണ്. അപ്പോൾ ചേച്ചി അംഗവും കാണാം, താളിയൊടിക്കാമെന്ന് വിചാരിക്കുകയാണോ? ഞാൻ പറഞ്ഞു, മോനെ താളിയല്ല, അതിനപ്പുറത്ത് നിൽക്കുന്ന തെങ്ങിലെ കരിക്ക് ഞാൻ ഉടയ്ക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ പറഞ്ഞു, എങ്കിൽ ഇത് തന്നെ ഞാൻ വർക്കൗട്ട് ചെയ്യാം. ചേട്ടനെ ഞാൻ ഒന്ന് ബ്രെയിൻ വാഷ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. മോനെ എൻ്റെ പേര് പറയരുതേടാ എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, 100% ചേച്ചിക്ക് എന്നെ വിശ്വസിക്കാമെന്ന്. അങ്ങനെ അവൻ 2-3 വട്ടം നിർബന്ധിച്ചുകൊണ്ടാന്ന് തോന്നുന്നു ഭർത്താവ് എന്നോട് വന്ന് പറഞ്ഞു, ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തേ പറഞ്ഞത്? ലോകത്തിൽ കേട്ടുകേഴ്വി പോലില്ലാത്ത കാര്യമാണ്, ഞാനങ്ങനെ കേട്ടിട്ടേ ഇല്ല. അങ്ങനെയൊക്കെ ഉണ്ടോ ചേട്ടാ ഈ ലോകത്തിൽ? എടി, നീ ഇനിയെങ്കിലും ആക്റ്റീവാക്. ഇത് ഭാര്യയും ഭർത്താവും പിന്നെ അവനെ മാത്രം അറിയാവുന്നൊരു കാര്യമാണ്. നീ കുറച്ചുകൂടെ മോഡേൺ ആകാൻ. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സോടെ പറഞ്ഞു, ചേട്ടന് ഇഷ്ടമാണെങ്കിൽ ഞാൻ എതിർക്കുന്നില്ലെന്ന്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, എനിക്ക് കാണുന്നത് ഒത്തിരി ഇഷ്ടമാണ്. നിങ്ങൾ 2 ചുവട് വെക്കുന്നത് ഞാൻ കാണാം മോളെ. പൂർണ്ണമായും നിന്റെ നൃത്തരംഗമാണ് എനിക്ക് വേദിയിൽ പൂർണ്ണമായി കാണേണ്ടതെന്ന് പറഞ്ഞു. ചേട്ടാ, എനിക്കൊന്നും അറിയില്ല, പേടിയാണെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും സാരമില്ല, നീ സമ്മതിച്ചല്ലോ എന്ന് പറഞ്ഞാണ് അടുത്ത ദിവസം തന്നെ അവനോട് കാര്യങ്ങൾ പറഞ്ഞ് ചെന്നത്. ഞാനാണെങ്കിൽ ഒട്ടും മോഹമില്ലാത്ത ഒന്നും അറിയാത്തവളെ പോലെ അഭിനയിച്ചു. ആ നൃത്തം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരു ഘട്ടമെത്തിയപ്പോൾ ഇവിടെ ഞാൻ താണ്ഡവമാടണം, കറങ്ങണം, തിരിയണം, ഉൾക്കുത്തുകളിലേക്ക് ഇറങ്ങിച്ചെല്ലണം എന്ന് മനസ്സിലായപ്പോൾ മാത്രമാണ് എൻ്റെ നൃത്തച്ചുവടുകളിൽ ഞാൻ എൻ്റെ പ്രാവീണ്യം എടുത്തിട്ടത്. ഭർത്താവ് കാണുക മാത്രമാണ്, പങ്കാളിയല്ല. അദ്ദേഹം എന്നെ പ്രോത്സാഹിപ്പിച്ചു, നിൻ്റെ കഴിവുകൾ ഇനിയും പുറത്തെടുക്കൂ എന്നൊക്കെ പറഞ്ഞു. അതേപോലെ അവനോട് പറഞ്ഞു, അതിവേഗത്തിൽ അതിതാളത്തിൽ തന്നനം പാടാൻ പറഞ്ഞു. എന്തായാലും ആടുകയും പാടുകയും ചെയ്ത് വളരെ സന്തോഷവതിയായി ഞാൻ പോവുകയാണ്. എൻ്റെ ഭർത്താവ് കാഴ്ചയിൽ ഇത്രത്തോളം ഇഷ്ടമുള്ളവനാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങേർക്ക് കാഴ്ചകൾ കാണാൻ ഒത്തിരി ഇഷ്ടമാണ്. യഥാർത്ഥത്തിലുള്ള കാര്യങ്ങളെക്കാൾ കാഴ്ചകളാണ് ഇഷ്ടപ്പെടുന്നത്.
അത് ശരിക്കും ഒരു മനോരോഗമാണെന്നുള്ളത് മാഡം പറഞ്ഞത് ഞാൻ കഥകളിൽ വായിച്ചിട്ടുണ്ട്. എങ്കിലും ഇപ്പോഴെനിക്കത് ഉപകാരമായിരിക്കുകയാണ്. അപ്പോൾ ഈ കഥയിൽ കംപ്ലൈൻസോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഉർവശി ശാപം ഉപകാരമായി ഭവിച്ചു എന്ന് പറയുന്ന പഴഞ്ചൊല്ലി പോലെ ഒരു കാര്യം നടന്നു എന്നുള്ളതാണ്. പിന്നെ ആ വ്യക്തികൾക്കൊന്നും പ്രശ്നമില്ലെങ്കിൽ നമ്മൾ പ്രശ്നമാക്കേണ്ട കാര്യമില്ലാത്തത് കൊണ്ട് ഒരു കണ്ടൻറ്റായി വായിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കൂടുതൽ എനിക്കൊന്നും പറയാനില്ല.